നമസ്കാരം. റാഫ് ടോക്ക് ഫുട്ബോളിലേക്ക് എവർക്കും സ്വാഗതം. ആഞ്ചലോട്ടി മൂരാച്ചി രാജിവെക്കൂ പോ പുറത്ത്, ഈ സ്റ്റൈലിലാണ് പല നെയ്മർ ആരാധകരുടെയും പ്രതിഷേധം. നമ്മുടെ കമൻറ്റ് ബോക്സിലൊക്കെ നോക്കണം. ബ്രസീൽ തോൽക്കണം, പൊട്ടിത്തകരണം. ഇത് ഞാൻ മാന്യമായ വാക്ക് ഉപയോഗിച്ചാണ്, അല്ലാത്ത വാക്കുകളും ഉണ്ട്. ഫ്രാൻസിനോടും ക്രൊയേഷ്യയോടൊക്കെ അങ്ങനെ ആവണം എന്നൊക്കെ പറഞ്ഞിട്ടുള്ള കുറേ കമൻറ്റുകൾ. അപ്പോൾ ഇത് ഇവിടെ മാത്രമല്ല, വ്യാപകമായിട്ട് അന്താരാഷ്ട്ര തലത്തിൽ തന്നെ ആഞ്ചലോട്ടിക്കെതിരെ നെയ്മർ ഫാൻസ് എക്സിലും മറ്റ് സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമുകളിലൊക്കെ പോസ്റ്റ് ഇട്ടുകൊണ്ടിരിക്കുകയാണ്. എന്താ ഇപ്പം ഉണ്ടായത്? നെയ്മർ 100% ഫിറ്റല്ല എന്നുള്ളത് കൊണ്ട് അദ്ദേഹത്തെ ബ്രസീൽ ടീമിൽ എടുത്തില്ല. ഇനിയും സമയമുണ്ടെന്ന് ആഞ്ചലോട്ടി തന്നെ പറയുന്നു. വേൾഡ് കപ്പിന് മുമ്പ് അദ്ദേഹം 100% ഫിറ്റായ സ്ക്വാഡിൽ എടുക്കുമെന്ന് പറയുന്നു. സോ നെയ്മർ ആ ഫിറ്റ്നസ് റീഗെയിൻ ചെയ്യുകയാണ് വേണ്ടത്. അല്ലാതെ ആരാധകർ ഈ രൂപത്തിൽ ആഞ്ചലോട്ടി മൂരാച്ചി എന്ന മുദ്രാവാക്യം വിളിച്ചിട്ട് കാര്യമൊന്നും ഉണ്ടാവില്ല. ഏതായാലും ഒരു എക്സാമ്പിൾ എന്ന രൂപത്തിൽ നിരവധി പോസ്റ്റുകളാണ് ആഞ്ചലോട്ടിക്കെതിരെ. ഈ ബ്രസീൽ ഫാൻസ് എന്ന് പറയാൻ പറ്റില്ല, നെയ്മർ ഫാൻസ്. ബ്രസീൽ ടീമിൻ്റെ മൊത്തം ഫാൻസ് ആയവരാവില്ല. അധികം പേര് ഈ നെയ്മർ ഒരു താരത്തെ മാത്രം കണ്ടിട്ട് ഫാൻസ് ആവുന്നവർക്കാണ് ഈ പ്രശ്നം. ബ്രസീൽ ഇപ്പോൾ ഇതിനു മുമ്പും ഇങ്ങനെയൊക്കെയുള്ള താരങ്ങളൊക്കെ ഒഴിവാക്കിയിട്ടൊക്കെ വേൾഡ് കപ്പിന് പോയിട്ടുണ്ട്. 1998 വേൾഡ് കപ്പ് ഓർമ്മയില്ലേ? 94 വേൾഡ് കപ്പ് നേടിക്കൊടുത്ത ടോപ്പ് സ്കോററായ റൊമാരിയോയെ വേൾഡ് കപ്പിന് തൊട്ട് മുമ്പ് സ്ക്വാഡിൽ നിന്ന് ഒഴിവാക്കിയില്ലേ മരിയ സഗോലോ? എന്നിട്ട് എന്തുണ്ടായി? ഒന്നും ഉണ്ടായില്ല. വേൾഡ് കപ്പ് ഫൈനൽ വരെ ബ്രസീൽ കളിച്ചു. ഫൈനലിൽ വീണോ? ശരി, അതിപ്പോൾ റൊമാരിയോ ഉണ്ടെങ്കിലും ഇല്ലെങ്കിലും വീഴുമോ ഇല്ലയോ എന്നൊന്നും നമുക്ക് പറയാൻ പറ്റില്ല. അപ്പോൾ നെയ്മർ ഉണ്ടായിട്ട് കഴിഞ്ഞ 3 വേൾഡ് കപ്പ് ബ്രസീൽ നേടിയിട്ടൊന്നുമില്ലല്ലോ. അപ്പോൾ അതുകൊണ്ട് അത്തരം ആർഗ്യുമെൻറ്റ്സിൽ അർത്ഥമൊന്നുമില്ല. അപ്പോൾ ഈ സൂപ്പർ താരങ്ങൾ ഒഴിവാക്കുക എന്നുള്ളതൊക്കെ മുമ്പ് നടന്നിട്ടുണ്ട്. അത് മാത്രം വെച്ചുകൊണ്ട് കോച്ചിനെ ഡിഗ്രേഡ് ചെയ്യുന്നതിൽ അർത്ഥമില്ല. ഇപ്പോൾ ഞാനൊരു എക്സാമ്പിളായിട്ട് ടീം നെയ്മർ എന്നൊരു പേജുണ്ട് ഈ ഇൻസ്റ്റാഗ്രാമിലൊക്കെ. നിരവധിയായിട്ട് നെയ്മറുമായി ബന്ധപ്പെട്ട മാത്രം വാർത്തകൾ കൊടുത്തുകൊണ്ടിരിക്കുന്നൊരു പേജാണ് ഇത്. നെയ്മർ ഒഫീഷ്യൽ പേജൊന്നുമല്ലേ. നെയ്മർ എന്ന് പറയുന്ന താരത്തിന് ഇതുമായി ഒരു ബന്ധവുമില്ല. പക്ഷേ ഇതൊരു എക്സാമ്പിളായിട്ട് നമ്മൾ ഈ ഒരു എക്സ് അക്കൗണ്ട് എടുക്കുന്നേ ഉള്ളൂ. നിരവധി അക്കൗണ്ടുകൾ ഇതേപോലെ ഉണ്ട്. അതിലൊക്കെ ഇത് തന്നെയാണ്, ആഞ്ചലോട്ടിക്കെതിരെയാണ്. അപ്പോൾ അതിൽ ഇടുന്നൊരു പോസ്റ്റ് എന്താണെന്നറിയോ? കഴിഞ്ഞ സീസണിൽ ആഞ്ചലോട്ടി അവരുടെ കോച്ചായിരുന്നു, റയലിൻ്റെ കോച്ചായ സമയത്ത് ബാഴ്സലോണയോട് 4-0, 2-5, 3-2, 4-3 പൊട്ടിയല്ലോ. 4 കളികൾ അന്ന് എൽ ക്ലാസിക്കോ തോറ്റു. അപ്പോൾ അത് ആവർത്തിക്കാനാണോ അയാൾ ഇവിടെ കൊടുത്തിരിക്കുന്നത്? ഏത് ബ്രസീൽ ടീമിൽ കൊണ്ടുവന്നിരിക്കുന്നത്? ഇതാണോ അയാളുടെ മികവെന്ന് ചോദിക്കുന്നത്? ഇതേ ആഞ്ചലോട്ടി നിരവധി കിരീടങ്ങൾ ചൂടിയതൊന്നും കാണാതെ പോയിക്കൊണ്ടുള്ളൊരു ചോദ്യമാണത്. ബ്രസീൽ തപ്പിത്തടഞ്ഞ് വേൾഡ് കപ്പ് ക്വാളിഫയറിൽ നിൽക്കുമ്പോൾ ടീമിനെ ക്വാളിഫൈ ചെയ്യിച്ചത് ഇതേ ആഞ്ചലോട്ടിയാണ്. പിന്നെ വേറൊരു പോസ്റ്റ്, അവർ തന്നെ നിരന്തരം പോസ്റ്റുകളാണ്. കഴിഞ്ഞ 8 കളികളിൽ നിന്ന് നെയ്മർ ജൂനിയർ 10 ഗോളുകൾ കോൺട്രിബ്യൂട്ട് ചെയ്തിട്ടുണ്ട്. കഴിഞ്ഞ കളിയിൽ 100 മിനിറ്റോളം അദ്ദേഹം കളിക്കുകയും ചെയ്തു. അത് അദ്ദേഹത്തിൻ്റെ ഫിസിക്കൽ ആൻഡ് ടെക്നിക്കൽ റെഡിനെസ് കാണിക്കുന്നതാണ്. എന്നിട്ടും ബ്രസീലിൻ്റെ ഓൾ ടൈം ടോപ്പ് സ്കോററെ ആഞ്ചലോട്ടി സ്ക്വാഡിൽ എടുത്തില്ല എന്നുള്ളതാണ് ഒരു പോസ്റ്റ്. സോ ഈ 8 കളികൾ നെയ്മർ കളിച്ചത് എത്ര കാലം കൊണ്ടാണ്? പരിക്ക് കൊണ്ട് അദ്ദേഹം ഡിസംബറിൽ കളിച്ച കളികൾ കൂടി കൂട്ടിയിട്ടാണ് അത് പറയുന്നത്. ഈ തുടർച്ചയായിട്ട് 8 കളികൾ കളിച്ചു എന്നല്ല, തുടർച്ചയായി 2 കളി കളിച്ചു. 3ാമത്തെ കളിയാകുമ്പോഴേക്കും മസിൽ ഫാറ്റിഗും മസിൽ ഓവർലോഡും മസിൽ പെയിനുമായിട്ട് 3ാമത്തെ കളി കളിക്കാൻ പറ്റിയില്ല. അതുതന്നെയാണ് നെയ്മർ ഈ സ്ക്വാഡിലേക്ക് എടുക്കാതിരിക്കാനുള്ള കാരണം. മിറാസോളിനെതിരെയുള്ള കളി കാണാൻ വേണ്ടി ആഞ്ചലോട്ടിക്ക് എത്തിയിരുന്നു. അന്ന് നെയ്മർ കളിക്കാതിരുന്നിടത്താണ് ഈ പ്രശ്നങ്ങൾ ഉണ്ടാകുന്നത് എന്നുള്ളത് പകൽ പോലെ വ്യക്തമാണ്. പിന്നെ കഴിഞ്ഞ കളി 100 മിനിറ്റ് കളിച്ചു, അതുകൊണ്ട് അദ്ദേഹം ഫുള്ളി ഓക്കെയാണ് എന്ന് പറയുന്നതിൽ അർത്ഥമില്ല. 3 കളി അദ്ദേഹത്തിന് തുടർച്ചയായിട്ട് കളിക്കാൻ പറ്റുന്നില്ല എന്നുള്ളത് വളരെ വ്യക്തമാണ്. പിന്നെ എടുത്തു പറയുന്ന ഒരു കാര്യം എന്താണെന്നറിയോ? നെയ്മർ ജൂനിയർ അടിച്ച ഗോളുകൾ 79 ഗോളുകൾ അടിച്ചിട്ടുണ്ട്. ബ്രസീൽ ടീമിൽ ഇപ്പോൾ എടുത്തിട്ടുള്ള സ്ട്രൈക്കർമാർ എല്ലാവരും കൂടി കൂട്ടിയാൽ ആ ഗോളുകളുടെ എണ്ണമില്ലാന്ന്. അതായത് 79 ഗോളുകൾ ഫോർ ബ്രസീൽ നാഷണൽ ടീം. ബാക്കി ബ്രസീലിൻ്റെ മുഴുവൻ താരങ്ങളെ വെച്ചിട്ട് 42 ഗോളുകളേ ഉള്ളൂ എന്നാണ്. അത് ശരി, 125 കളി കളിച്ചിട്ടുള്ളൊരു കളിക്കാരനാണ് നെയ്മർ. ബാക്കിയുള്ള എല്ലാവരുടെ കളി കൂട്ടിയാൽ എത്ര ഉണ്ടാവും നോക്കണം. പിന്നെ അതിൽ എത്ര പേരാണ് സ്ട്രൈക്കർമാരുള്ളതെന്ന് നോക്കണം. ഇത് ഗോൾ കീപ്പറൊക്കെ അടക്കം വെച്ചിട്ടാണ് 42 ഗോളാണ് അവർ ആകെ അടിച്ചെന്ന് പറയുന്നത്. അപ്പോൾ ഇങ്ങനെയുള്ള ഇല്ലോജിക്കലായിട്ടുള്ള കണക്കുകളും പോസ്റ്റുകളും ഒക്കെ ആയിട്ട് ആഞ്ചലോട്ടിക്കെതിരെ അങ്ങ് വാരി വീശുകയാണ്. അതിലൊന്നൊരു കാര്യമില്ല. നെയ്മർക്ക് കൃത്യമായിട്ട് കാര്യം അറിയാം. അദ്ദേഹം പറയുന്നു, ഇൻ സൈലൻസ് ഞാൻ വർക്ക് ചെയ്യും, വേൾഡ് കപ്പിന് എത്തും. അല്ലാതെ ഈ ആവേശ കമ്മിറ്റിക്കാർ ആഞ്ചലോട്ടിയെ തെറി വിളിച്ചുകൊണ്ട് കാര്യമില്ല. അദ്ദേഹം എടുക്കുന്ന നിലപാട് വളരെ വ്യക്തമാണ്. 100% ഫിറ്റ് ആണെങ്കിൽ വേൾഡ് കപ്പിന് പോകാം. വേൾഡ് കപ്പ് എന്നുള്ളത് കുട്ടിക്കളിയല്ലല്ലോ. വീഡിയോ അവസാനിക്കുന്നു. ഫുട്ബോൾ ലോകത്തെ കൂടുതൽ വിശേഷങ്ങളുമായി റാഫ് ടോക്സിൽ എത്താം.